നോമ്പ് തുറന്ന് ധൃതിയിൽ ബാഗ് പാക്ക് ചെയ്യുന്നത് ട്രിവാൻഡ്രത്തിലെ ഏറ്റവും വലിയ ഉത്സവമായ ആറ്റുകാൽ പൊങ്കാല കൂടാനാണ് കേട്ടോ. ഹലോ, ഇന്നലെ ഞാനൊരു പൊങ്കാല ഇട്ടു. നമ്മുടെ ആറ്റുകാൽ ദേവി ക്ഷേത്രത്തില് അമ്മയ്ക്ക് വേണ്ടി ഒരു പൊങ്കാല ഇട്ടു. അപ്പൊ പൊങ്കാലയ്ക്ക് ഇഷ്ടം പോലെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര തിരക്കായിരുന്നു. പക്ഷെ അതിനേക്കാൾ തിരക്കാണ് ഇപ്പൊ എന്റെ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് കമന്റ് സെക്ഷനിൽ നെഗറ്റീവ് പറയാൻ വേണ്ടിയിട്ട് ആൾക്കാർ നിൽക്കുന്ന ക്യൂ. എന്തുമാത്രം നെഗറ്റിവിറ്റി എനിക്ക് കിട്ടുന്നതെന്നറിയോ? അപ്പൊ രാവിലെ മുതൽ ഞാനിത് കാണുന്നുണ്ട്. അപ്പോ ഞാൻ ഫസ്റ്റ് വിചാരിച്ച് ഇഗ്നോർ ചെയ്തേക്കാം. എനിക്കറിയാലോ ഞാൻ എന്താ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് എനിക്കറിയാലോ എന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ വിട്ടു. പക്ഷെ ഇതിങ്ങനെ കൂടി കൂടി വരും. അതിൽ 2-3 കമന്റ്സ് എനിക്ക് ഡിലീറ്റും ചെയ്യേണ്ടി വന്നു. കാരണം ഞാൻ ചെയ്തത് തെറ്റല്ല എന്ന് വിശ്വസിക്കുന്ന കാലത്തോളം ആരെന്ത് പറഞ്ഞാലും എനിക്കൊരു പ്രശ്നമില്ല, എന്നെ ബാധിക്കാൻ പോകുന്നില്ല. പക്ഷെ വീട്ടുകാർ ഒരുപക്ഷെ കണ്ട് ഹേർട്ട് ആവണ്ടെന്ന് പറഞ്ഞ് ഞാൻ ഒരു 2-3 കമന്റോളം ഞാൻ ഡിലീറ്റ് ചെയ്തു. പിന്നെ ഞാൻ വിചാരിച്ചു ഇതിനൊരു മറുപടി കൊടുക്കണം, ഇത് നിൽക്കുന്നില്ല, അത് വിശ്വാസം ഇല്ലാഞ്ഞിട്ടാണെന്ന്, വെറുതെ പ്രഹസനം കാട്ടിക്കൂട്ടാൻ വേണ്ടിയിട്ടാണെന്ന്. ഞാൻ 12 വർഷത്തോളം LKG മുതൽ 10th വരെ ഞാൻ പഠിച്ച സ്കൂൾ എന്ന് പറയുന്നത് ചിന്മയ വിദ്യാലയയിലാണ്. അപ്പോൾ ചിന്മയ അറിയുന്നവർക്ക് അറിയാം, ഞങ്ങളുടെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്ന തന്നെ ഗായത്രി മന്ത്രവും സരസ്വതി സ്തോത്രവും ഭഗവത്ഗീതയും ഹനുമാൻ ചാലീസയും ഒക്കെ വെച്ചിട്ടാണ് ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് കൊണ്ട് തന്നെ എനിക്കൊരു പള്ളി പോയാൽ കിട്ടുന്ന ഒരു പീസ് ഓഫ് മൈൻഡ് അല്ലെങ്കിൽ ഒരു പോസിറ്റിവിറ്റി തന്നെ എനിക്കൊരു അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചാലും കിട്ടാറുണ്ട്. അപ്പൊ ഞാൻ 100% വിശ്വാസത്തോടെയും പ്രാർത്ഥനയോടും തന്നെയാണ് ഞാൻ ആ പൊങ്കാല ഇട്ടത്. പിന്നെ ചിലർ പറയുന്നുണ്ട് അത്രയും നല്ലൊരു വേളയിൽ പോയി ഞാൻ അവരുടെ ആ ഒരു ഡിസ്റെസ്പെക്ട് ചെയ്തു അല്ലെങ്കിൽ അത് നാശമാക്കി കൊളമാക്കി എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ ഈ ഒരു പൊങ്കാല ഇടാൻ പോകുന്നതിന് മുന്നേ പലരോടും ഞാൻ ചോദിച്ചു എന്തെങ്കിലും പ്രശ്നമുണ്ടോന്ന്. അവര് പറഞ്ഞത് ജാതി മത വർണ്ണ ഭേദം ഒന്നുമില്ലാതെ വിശ്വാസത്തോടെ ഏതൊരു സ്ത്രീക്കും മനസ്സും ശരീരവും ശുദ്ധമാണെന്നുണ്ടെങ്കിൽ ഇടാവുന്നതാണ് പൊങ്കാല എന്നാണ് പറഞ്ഞത്. അപ്പൊ ഈ ക്രൈറ്റീരിയ എല്ലാം ഞാൻ ഫോളോ ചെയ്ത് മനസ്സും ശരീരവും എല്ലാം വൃത്തിയാക്കി പൊങ്കാല ഇടണം എന്ന് പറഞ്ഞ് വിശ്വാസത്തോടെ തന്നെയാണ് പൊങ്കാല ഇട്ടത്. എന്ത് ഇങ്ങനത്തെ ഉള്ള ഡിസ്റെസ്പെക്ട് ഞാൻ ചെയ്തിട്ടില്ല, ചെയ്യാറുമില്ല. പക്ഷെ എന്നെ ഞെട്ടിക്കുന്ന വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു 10 ദിവസം മുന്നേ നോമ്പിന്റെ ഇനീഷ്യൽ ടൈമിലെ ഒരു ചേച്ചിയുടെ, അവർക്ക് ഒരു ഹിന്ദു ഫാമിലിയിലുള്ള ഒരു ചേച്ചിയാണ്, അവര് ഒരു വീഡിയോ ചെയ്തു. അവരുടെ ലൈഫിലെ ഫസ്റ്റ് നോമ്പാന്ന് പറഞ്ഞിട്ട് അവരുടെ ഒരു ഡേ ഇൻ മൈ ലൈഫ് കണ്ടു. ഭയങ്കര പോസിറ്റീവ് വൈബുള്ള ഒരു വീഡിയോ കേട്ടോ. അപ്പൊ അതിന്റെ കമന്റ്സ് നോക്കുമ്പോൾ ഇതായിരിക്കണം നമ്മുടെ കേരളം എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള പോസിറ്റീവ് കമന്റ്സ് ആണ് എല്ലാവരും. ഒരു നെഗറ്റീവ് പോലും ഞാൻ കണ്ടില്ല. പക്ഷെ ഒരു 10 ദിവസത്തിന് ഇപ്പുറം ഞാനൊരു പൊങ്കാല ഇട്ടപ്പോ എന്തിനാണ് ഇത്രയും നെഗറ്റിവിറ്റി? ഒരാളെ കുത്തി നോവിക്കാനോ മോഷ്ടിക്കാനോ കുത്തിപ്പറിക്കാനോ ഒന്നും ഞാൻ നിന്നിട്ടില്ല. എന്തിനാണ് ഇത്? 2026 ആൾക്കാർ പല വിധത്തിലായിരിക്കും, പല വിധത്തിലുള്ള ഐഡിയോളജി ആയിരിക്കും, വിശ്വാസമായിരിക്കും. മറ്റുള്ള സംസ്കാരങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നത് തെറ്റാണെന്ന് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. എന്റെ വീട്ടുകാർ അങ്ങനെ പറഞ്ഞിട്ടില്ല. എല്ലാരെയും റെസ്പെക്ട് ചെയ്യണം, എല്ലാരെയും സ്നേഹിക്കണം. ഇത് നമ്മുടെ ജീവിതമല്ലേ. അങ്ങനെ ഇപ്പൊ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ ഞാനും ദൈവവും തമ്മിലായിക്കോട്ടെ, അത് നമ്മളും ദൈവവും തമ്മിലുള്ള ഒരു കോൺട്രാക്ട് അല്ലേ. നിങ്ങൾ എന്തിനാണ് ഇത്രത്തോളം വിഷമിക്കുന്ന, കരയുന്നത് എന്തിനാ? നമുക്ക് അറിഞ്ഞൂടെ? എന്തെങ്കിലും തെറ്റായിട്ടാലും നല്ലത് ചെയ്താലും അത് നമുക്കല്ലേ ബൂമറാങ് പോലെ തിരിച്ചു വരുന്നത്. അതും ബൂമറാങ് പോലെ നിങ്ങളെ നെഗറ്റീവ് പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ വരും. എന്തായാലും അത്രേ ഉള്ളൂ. ഇതിനിടയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട് കേട്ടോ, കൂടുതലും യങ്സ്റ്റേഴ്സ് ആണ്. അവർക്ക് താങ്ക് യു സോ മച്ച്. അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ, അത് അക്സെപ്റ്റ് ചെയ്യണം. കാരണം ഇനിയുള്ള ജനറേഷൻ എങ്ങനെയാണ്, അവർക്ക് സേഫ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കല്ലേ വേണ്ടത്. ആ യങ്സ്റ്റേഴ്സിൽ ഞാനും ഒരാളാണ്. എന്തുകൊണ്ടും പൊങ്കാലയൊക്കെ ഇടുന്നത് നല്ലതാണ്. കേരള സ്റ്റോറി എന്ന് കേട്ട സമയത്ത് ഒത്തിരി പേര് വിവാദവും അതും ഇതും കൊണ്ട് ഇറങ്ങിയതാണ്. പിന്നെ ബീഫ് കഴിക്കുന്നു, പൊറോട്ട കുത്തിക്കയറ്റുന്നു, പൊറോട്ടയും ബീഫും കൂടെ കുത്തിക്കലത്തി ആൾക്കാരുടെ അണ്ണാക്കി തള്ളുന്നു. ഇതൊക്കെ കണ്ട സമയത്ത് ഹിന്ദിക്കാരെ കിളി പറഞ്ഞിരിക്കുന്ന സമയത്താണ് പുതിയ സാധനം ഇറങ്ങിയിട്ടുള്ളത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ മുസ്ലിംസ് ആയ ആൾക്കാരുടെ കൂടെ ഹിന്ദുക്കൾ പോയിട്ട് ഇരുന്നിട്ട് ക്രിസ്ത്യൻസ് ഒക്കെ പോയിരുന്ന് നോമ്പ് തുറന്നു കഴിഞ്ഞാൽ അതൊരു കേരള സ്റ്റോറി. അതാണ് റിയൽ കേരള സ്റ്റോറി. ഇതാണ് മതേതര കേരളം. ഞങ്ങൾക്ക് മതമില്ല, ജാതിയില്ല, ഞങ്ങൾ ഒരുമിച്ചാണ്, മനുഷ്യത്വം മാത്രം. പക്ഷേ പൊങ്കാലയുടെ സമയത്ത് ഒരു മുസ്ലിം പെൺകുട്ടി പോയിട്ട് പൊങ്കാല എടുക്കൂ, ക്രിസ്മസിന്റെ കരോള സമയത്ത് ഒരു പെൺകുട്ടി തട്ടം വിട്ട് കൂടെ തുള്ളിയാലോ? ഇവർക്ക് എന്ത് ചെയ്യും? എല്ലാവരെയും പറയുന്നില്ല, ചില ആളുകൾക്ക് മാത്രം എന്ത് ചെയ്യും? അത് നേരെ ഉൾട്ടയാവും. അപ്പൊ അവിടെ മതേതരവും വേണ്ട, സ്നേഹവും വേണ്ട, കേരള റിയൽ സ്റ്റോറിയും വേണ്ട, ഒന്നും വേണ്ട. നമ്മുടെ മതം എല്ലാവരും പറയുന്നില്ല, കുറച്ചു പേരെ മാത്രം. വീണ്ടും പറയുന്നത് എന്താ വെച്ചാൽ, ഈ കുറച്ചു പേരിൽ ചില ആളുകൾ ചിലപ്പോൾ വന്ന് കമന്റ് ഇടും, ഈ നോമ്പ് മാസമല്ലേ, നോമ്പ് മാസമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് വേറെ ആൾക്കാർക്ക് ഇൻസ്പിറേഷൻ ആവില്ലേ? അതൊന്നും നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട. ഒരാൾ ഞാൻ വിശ്വസിക്കും അതിൽ ഞാൻ ഇന്നത് ചെയ്യരുത് എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ മറ്റൊരാളുടെ ഇൻസ്പിറേഷൻ കൊണ്ട് സ്വന്തം തീരുമാനങ്ങൾ മാറ്റത്തില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്കിപ്പോൾ എൻ്റെതായ ചില തീരുമാനങ്ങളുണ്ട്. അതിപ്പോൾ മറ്റുള്ളവരുടെ പ്രവർത്തനങ്ങൾ കൊണ്ടിട്ട് ഞാൻ മാറ്റാൻ തയ്യാറല്ല എന്നത് സാരം. ഓക്കെ, ഇപ്പം ക്രിസ്ത്യാനിസിനും നോമ്പ് സമയമാണ്. ഞങ്ങൾക്കും നോമ്പുണ്ട്, ഞാൻ ക്രിസ്ത്യനാണ്. ഞങ്ങൾക്കും പെസഹ, ഈസ്റ്റർ വരെ നോമ്പുണ്ട്. ഇറച്ചി, മീൻ സാധനങ്ങളൊക്കെ വർജിക്കേണ്ട സമയമാണ്. പറഞ്ഞിട്ടുണ്ട് ഈ റമദാൻ നോമ്പ് സമയത്ത് താങ്കൾ ഈ ചായക്കപ്പ് പിടിച്ച് നിൽക്കണ്ട, ഞാനത് ഒഴിവാക്കിയിരിക്കുന്നു പ്രിയപ്പെട്ട പ്രേക്ഷകരെ. അപ്പൊ അത് കുഴപ്പമില്ല. എന്റെ മുമ്പിലിരുന്ന ഒരാൾ മാംസം കഴിക്കുന്ന സമയത്ത് ഞാൻ നോമ്പിലാണ്, എന്റെ മുമ്പിൽ ഇത് കഴിക്കരുത് എന്ന് പറഞ്ഞ് ഞാൻ ആരെയും നിരുത്സാഹപ്പെടുത്താറില്ല. അപ്പം അതൊക്കെയാണ് റിയൽ കേരള സ്റ്റോറി. നമ്മുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് നമുക്ക് എന്തെങ്കിലും ഒരു സാധനം ചെയ്യാൻ ഇഷ്ടമുണ്ടോ, അത് നമ്മൾ ചെയ്യുന്ന സമയത്ത് അതിനെ ഇന്ററപ്റ്റ് ചെയ്യാണ്ട് അതിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് കേരള സ്റ്റോറി. അല്ലാണ്ട് ഇപ്പം ഇവർ ചെയ്ത കാര്യത്തിൽ എനിക്ക് മോശമായിട്ടൊന്നും തോന്നില്ല. മനസ്സും ശരീരം വൃത്തിയാക്കി ശുദ്ധിയാക്കിയിട്ട് ആ കുട്ടി പോയിട്ടൊരു പൊങ്കാല ഇട്ടു. അതിനിപ്പോൾ ഇത്രയും പേര് ചേർന്ന് ആ കുട്ടീനെ പൊങ്കാല ഇടേണ്ട കാര്യം എന്താണ്?
അതിന്റെ താഴെ തന്നെ ഒത്തിരി പേര് ഇതാണ് കേരള സ്റ്റോറി, കമന്റ് ബോക്സ് കണ്ടാൽ തന്നെ കേരള സ്റ്റോറിയാ, ഹിന്ദിക്കാർ പറഞ്ഞ കേരള സ്റ്റോറി കമന്റ് ബോക്സിലുണ്ട്, നിങ്ങൾ പ്രസ്താവിച്ച് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അവരൊരു മുസ്ലിം പെൺകുട്ടിയാണ് പൊങ്കാല ഇട്ടിട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതല്ലേ? കാരണം ഹിന്ദിക്കാരെ വറുത്ത് കോരുന്ന സമയമാണ്. ഇപ്പം നിങ്ങൾ പൊറോട്ടയും ബീഫും കാര്യങ്ങളും കുത്തിക്കയറ്റുന്നതിൻ്റെ കൂടി ഇത് മറ്റൊരു കാര്യം കൂടെ ആയിക്കോളട്ടെ. അതിനെന്തിനാണ് ഇത്ര വിഷമിക്കുന്നത്? എല്ലാവരും പൊങ്കാല ഇടുന്നത് ക്രിസ്ത്യൻ പള്ളീൻ്റെയും ഹിന്ദുക്കളുടെ അമ്പലത്തിൻ്റെയും മുസ്ലിം പള്ളീൻ്റെയും ഫ്രണ്ടിൽ വെച്ചല്ലേ? അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരു പെൺകുട്ടി മനസ്സും ശരീരവും ശുദ്ധിയാക്കിയിട്ട് പൊങ്കാല ഇടുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് അത് അംഗീകരിക്കാൻ പറ്റുന്നില്ല? അവരവരുടെ മതത്തിനെ വിട്ടുകൊടുക്കാതെ മറ്റൊരു മതത്തിനെ റെസ്പെക്ട് ചെയ്തുകൊണ്ടാണ് ഈ ഒരു കാര്യം ചെയ്തിട്ടുള്ളത്. അതിനെ നമ്മൾ അംഗീകരിക്കുകയല്ലേ വേണ്ടത്? അവരവരുടെ മതത്തിലെ വിശ്വാസങ്ങളും കാര്യങ്ങളും അംഗീകരിച്ചിട്ട് തട്ടമിട്ട് നോമ്പൊക്കെ തുറന്ന് എല്ലാം ശരിയാക്കിയിട്ടാണ് പോകുന്നത്. അതിന് ഇത്രമാത്രം കളിയാക്കാനും പുച്ഛിച്ച് തള്ളാനും ഇല്ല എന്നുള്ളത് എൻ്റെ ഒരു അഭിപ്രായമാണ്. ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ധൈര്യമായിട്ട് മുമ്പോട്ട് പോവുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ നാട്ടിനെ ഒന്ന് മെച്ചപ്പെടുത്തി എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. എല്ലാവരും സ്വന്തം മതങ്ങളിലേക്ക് മാത്രം ഒതുങ്ങിത്തീരുന്ന സമയത്ത് അവിടെ ഒരു വർഗീയ കലാപം ഉണ്ടാവും. ഇടയ്ക്ക് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് കലർപ്പിൽ അങ്ങോട്ട് കൂട്ടി ചക്ക കഴിയുന്നതിനും കുഴഞ്ഞാലേ എല്ലാവർക്കും ഒരു ഒത്തൊരുമ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് മറ്റു വീട്ടുകാരെന്ന് പറയാം. ബൈ ബൈ.